എക്സലൻസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. സർക്കാർ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന അനവധി ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇന്നും ഏറെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. മണി ചെയിൻ കമ്പനികളുടെയും ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികളെയും തരംതിരിക്കുവാനുള്ള അറിവില്ലായ്മയാണ് അധ്വാനശേഷി കൈമുതലായുള്ള എന്നാൽ കയ്യിൽ ₹1 പോലുമില്ലാത്ത സാധാരണക്കാരുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നത്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം സൂപ്പർ സ്റ്റോക്കിസ്റ്റ് മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ വരെയുള്ള വിവിധ ഏജൻസികളിലൂടെയാണ് ഉപഭോക്താവിൻ്റെ കൈകളിലെത്തുന്നത്. എന്നാൽ ഇത്തരം ഇടനിലക്കാരില്ലാതെയും പരസ്യ ഏജൻസികൾ, ടെലിവിഷൻ, പത്രം പോലുള്ള പൊതുമാധ്യമങ്ങളെ ആശ്രയിക്കാതെയും കമ്പനിയുടെ ഔദ്യോഗിക റെപ്രസെൻറ്റേറ്റീവുമാർ ഉപഭോക്താവുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഉൽപ്പന്നം ഉപഭോക്താവിൻ്റെ കൈകളിൽ എത്തിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ നിലവിൽ പ്രധാനമായും 3 തരം മാർക്കറ്റിംഗ് രീതികളാണുള്ളത്. നമുക്കറിയാവുന്ന രീതിയാണത്. പരമ്പരാഗത മാർക്കറ്റിംഗ് രീതി, അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ് രീതി, ഡയറക്റ്റ് മാർക്കറ്റിംഗ് രീതി. പരമ്പരാഗത മാർക്കറ്റിംഗ് രീതിയിൽ നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ നമ്മൾ അധ്വാനിച്ച പണം ലാഭവിഹിതമായി പോകുന്നത് ഇടനിലക്കാർക്കാണ്. ₹100 ഒരു ഉൽപ്പന്നം കമ്പനി ₹40 ഇടനിലക്കാർക്ക് കൊടുക്കുന്നു. അത് ഇടനിലക്കാരിൽ നിന്നും നമ്മൾ ₹100 വാങ്ങിക്കുന്നു. പരമ്പരാഗത മാർക്കറ്റിംഗ് രീതിയിൽ നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങുന്നത് പലപ്പോഴും പരസ്യം കണ്ടിട്ടാണ്. എന്നാൽ ആ ഗുണങ്ങൾ ആ പ്രൊഡക്റ്റിൽ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതേ ലേബലിൽ വ്യാജ ഉൽപ്പന്നങ്ങളും നമ്മുടെ കൈകളിൽ എത്തുന്നു. ഇവിടെ എപ്പോഴും നഷ്ടം ഉപഭോക്താവിന് മാത്രമാണ്. ഓൺലൈൻ മാർക്കറ്റിംഗ് രീതിയിൽ നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് ലഭിക്കണമെന്നില്ല. ഇവിടെയും കമ്പനി ഒരു ഉൽപ്പന്നം കുറഞ്ഞ മുതൽ മുടക്കിൽ നിർമ്മിച്ച് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനികൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വിൽക്കാൻ നിർബന്ധിതരാകുന്നു. ഇവിടെയും ഒരു സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മളല്ലെങ്കിൽ മറ്റൊരാൾ പരസ്യത്തിൻ്റെ പിൻബലത്തിലോ സുഹൃത്തുക്കളുടെ വാക്കുകൾ കേട്ടോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഓൺലൈൻ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്നു. കൂടിയ വിലയിട്ടിട്ട് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്ന മാർക്കറ്റിംഗ് രീതിയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് രീതി. ഇവിടെയും ഉപഭോക്താവിന് MRPയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ ആധുനിക മാർക്കറ്റിംഗ് രീതിയായ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഉപഭോക്താവിന് കമ്പനി ഔട്ട്ലെറ്റിൽ നിന്നും MRPയേക്കാൾ വിലക്കുറവിൽ സാധനങ്ങൾ നേരിട്ട് വാങ്ങുവാൻ സാധിക്കും. മുകളിൽ പറഞ്ഞ 2 മാർക്കറ്റിംഗ് രീതികളിലും കമ്പനി ഒരു മീഡിയേറ്ററുടെ സഹായത്താൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ, ഡയറക്റ്റ് മാർക്കറ്റിംഗ് രീതിയിൽ കമ്പനി ഔട്ട്ലെറ്റുകൾ വഴി അവരുടെ രജിസ്റ്റേർഡ് ഉപഭോക്താക്കൾക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. ഇവിടെയുള്ള വളരെ വലിയ ഒരു പ്രത്യേകത, ഉപഭോക്താവിന് ഓപ്പൺ വിപണിയേക്കാൾ വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം ഓരോ വർഷവും വാങ്ങുന്ന പ്രൊഡക്റ്റുകളുടെ ആനുപാതികമായി ഫ്രീ പ്രൊഡക്റ്റുകളും ലഭിക്കുന്നു. അതുകൂടാതെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഏതെങ്കിലും കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത് ഉൽപ്പന്നം വാങ്ങുന്ന ഒരു രജിസ്റ്റേർഡ് ഉപഭോക്താവിന് കമ്പനി ഔട്ട്ലെറ്റിൽ നിന്നും ഡിസ്കൗണ്ട് റേറ്റിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി MRP നിരക്കിൽ വിൽക്കുന്നത് വഴി ഒരു അധിക വരുമാനത്തിനും സാധ്യതയുണ്ട്. ഇതുവഴി ഒരു ഉപഭോക്താവിന് ചില അധിക നേട്ടങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. വാങ്ങുന്ന പ്രൊഡക്റ്റുകൾക്ക് ആനുപാതികമായി ഫ്രീ പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നു.
കമ്പനിയിൽ നിങ്ങളിലൂടെ നടന്ന വിൽപ്പനയുടെ ലാഭവിഹിതത്തിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നു. കൂടാതെ കമ്പനിയുടെ ലാഭവിഹിതം എല്ലാ വർഷവും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഉപഭോക്താവിൻ്റെ മരണശേഷം കുടുംബാംഗങ്ങൾക്ക് ആ ബിസിനസ് യാതൊരുവിധ നഷ്ടവുമില്ലാതെ തുടർന്ന് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. സാമ്പത്തിക വിദഗ്ധരും ബിസിനസ് പ്രൊഫഷണലുകളും പറയുന്നത്, നിങ്ങൾ മൂലധനം മുടക്കി ഒരു ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് സർക്കാർ അംഗീകൃത ഡയറക്റ്റ് മാർക്കറ്റിംഗ് സർട്ടിഫിക്കറ്റുള്ള കമ്പനികളിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ്. കാരണം ഒരു ബിസിനസ് എങ്ങനെ വളർത്തിയെടുക്കാമെന്നതിന് മികച്ച ട്രെയിനിങ് ലഭിക്കുന്നിടമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ. 1 രൂപ പോലും നഷ്ടപ്പെടുത്താതെ കേവലം 1000 രൂപയ്ക്ക് പോലും ഒരു കച്ചവടം തുടങ്ങി കാലക്രമേണ ആയിരക്കണക്കിന് ഉപഭോക്താക്കളുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ പടുത്തുയർത്തുവാൻ ഇതുവഴി കഴിയും. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ ഒരു സാധാരണ വ്യക്തി ഘട്ടം ഘട്ടമായി 15 ഗുണങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. പച്ചക്കറിക്കട തുടങ്ങാൻ ആഗ്രഹിക്കുന്നവൻ ഏതെങ്കിലും പച്ചക്കറിക്കടയിൽ തൊഴിലാളിയായി നിന്ന് പണി പഠിക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലും ഘട്ടം ഘട്ടമായി ഒരു വ്യക്തി ഈ 15 ഗുണങ്ങൾ പഠിച്ച് ഒരു നല്ല ബിസിനസ്സുകാരനായി മാറുന്നു. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ചിട്ടയായ പഠനത്തിലൂടെയും പരിശീലനത്തിലൂടെയും ബിസിനസ്സുകാരനായി മാറണമെങ്കിൽ കുറഞ്ഞത് 6 വർഷത്തെ പഠനം പൂർത്തിയാക്കണം. ഈ പഠന കാലയളവിൽ സ്റ്റൈഫൻഡ് പോലെ തന്നെ മികച്ച പ്രതിമാസ വരുമാനവും ലഭിക്കുന്നു എന്നതാണ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ആദ്യം പഠിക്കുന്ന ഗുണം ഡിസിപ്ലിനാണ്. എന്താണ് ഡിസിപ്ലിൻ? ആത്മനിയന്ത്രണം, സ്ഥിരത, സ്ഥിരോത്സാഹം എന്നിവ ആവശ്യമുള്ള ഒരു കൂട്ടം നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന രീതിയാണ് ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉൽപാദനക്ഷമത, ഉത്തരവാദിത്വം, വ്യക്തിഗത വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ശീലങ്ങളും ദിനചര്യകളും സൃഷ്ടിക്കുന്നതിൽ ഇത് ഉൾപ്പെടുന്നു. അച്ചടക്കം പാലിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാനും സ്വഭാവം വളർത്തിയെടുക്കാനും ഉത്തരവാദിത്വ ബോധം വളർത്തിയെടുക്കുവാനും കഴിയും. ഇത് ആത്യന്തികമായി കൂടുതൽ ഘടനാപരവും സംതൃപ്തവുമായ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും. ജോലി, വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യക്തിബന്ധങ്ങൾ എന്നിവയുൾപ്പെടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ ഡിസിപ്ലിൻ പ്രയോഗിക്കുവാൻ നമുക്ക് ഇതുവഴി കഴിയും. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ അത്യന്താപേക്ഷിതമായ ഈ ഗുണമില്ലാത്തവർ 100% പരാജയപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഗുണമില്ലാത്തവർ ലക്ഷങ്ങൾ മുടക്കി ഒരു ബിസിനസ് ആരംഭിക്കുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ രണ്ടാമത് ആർജിച്ചിരിക്കേണ്ട ഗുണമാണ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ അഥവാ നൂതനാശയങ്ങൾ എന്നത് പുതിയതോ മെച്ചപ്പെട്ടതോ ആയ ആശയങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ അല്ലെങ്കിൽ രീതികൾ അവതരിപ്പിക്കുന്ന പ്രക്രിയയാണ്. അത് ഗണ്യമായ മൂല്യം സൃഷ്ടിക്കുകയും നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിപരമായി ചിന്തിക്കുക, അപകട സാധ്യതകൾ ഏറ്റെടുക്കുക, നിലവിലുള്ള വെല്ലുവിളികളെ നേരിടുന്നതിനോടൊപ്പം ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോ നൂതനമായ പരിഹാരങ്ങൾ പരീക്ഷിക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. നൂതന ആശയങ്ങൾക്ക് വ്യവസായങ്ങളെ പരിവർത്തനം ചെയ്യുവാനും ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയും. ഇത് പലപ്പോഴും കാര്യക്ഷമത, മത്സരശേഷി, വളർച്ച എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഡയറക്റ്റ് മാർക്കറ്റിംഗ് മൂന്നാമത് പഠിക്കേണ്ട ഗുണമാണ് റിലേഷൻഷിപ്പ്. എന്താണ് ഈ റിലേഷൻഷിപ്പ്? പരസ്പര വിശ്വാസം, ബഹുമാനം, ആശയവിനിമയം, വൈകാരിക പിന്തുണ എന്നിവയിൽ അരക്കിട്ടുറപ്പിച്ച് 2 അതിലധികമോ ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് റിലേഷൻഷിപ്പ്. ഈ ഗുണങ്ങളിലൂന്നിയ ബന്ധങ്ങൾ ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും അത്യന്താപേക്ഷിതമാണ്. സ്വാർത്ഥമതികളായ ആൾക്കാർക്കൊരിക്കലും ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കില്ല. വ്യക്തിപരമായ വളർച്ചയ്ക്കും ക്ഷേമത്തിനും സന്തോഷത്തിനും ആരോഗ്യകരമായ ബന്ധങ്ങൾ അത്യാവശ്യമാണ്. അതൊരു സ്വന്തമാണെന്ന തോന്നൽ, സാധൂകരണം, പിന്തുണ എന്നിവ നൽകുന്നു. ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ നാലാമത് പഠിക്കേണ്ട ഗുണമാണ് എൻഗേജ്മെൻറ്റ് അഥവാ ഇടപെടൽ.
നേരിട്ടുള്ള വിപണനത്തിൽ എൻഗേജ്മെൻറ്റ് അഥവാ ഇടപെടൽ നിർണായകമാണ്. കാരണം ഇത് ബ്രാൻഡുകളെ ഉപഭോക്താക്കളുമായി അർത്ഥവത്തായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും വിശ്വസ്തത വളർത്തുന്നതിനും പരിവർത്തനങ്ങൾ നയിക്കുന്നതിനും പ്രാപ്തമാക്കുന്നു. സോഷ്യൽ മീഡിയയിലും ഇവിടെയും നേരിട്ടും ഉപഭോക്താക്കളുമായി നിരന്തരം ഇടപഴകുന്നതിലൂടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അവരിൽ അവബോധമുണ്ടാക്കുന്നതിനും ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് ചേർത്ത് നിർത്തുന്നതിനും സാധിക്കും. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ 5ാമത് പഠിക്കേണ്ട ഗുണമാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. ബ്രാൻഡുകളെ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധപ്പെടാൻ സഹായിക്കുന്നതിനാൽ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഫലപ്രദമായ ആശയവിനിമയം വളരെ പ്രധാനമാണ്. ഇത് ഉപഭോക്താക്കളിൽ വിശ്വസ്തത പുലർത്താനും അവരുടെ പരാതികൾ കേൾക്കുന്നതിനും കൂടുതൽ സാധ്യത നൽകുന്നു. ഉപഭോക്താക്കളുമായുള്ള നിരന്തരമായ ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ മികച്ച ഉപഭോക്തൃ ബന്ധങ്ങൾക്കും കൂടുതൽ വിൽപ്പനയ്ക്കും ബിസിനസ് വളർച്ചയ്ക്കും കാരണമാകുന്നു. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ 6ാമത് പഠിക്കേണ്ട ഗുണമാണ് ടാർഗറ്റിംഗ്. ഡയറക്റ്റ് ടാർഗറ്റിംഗ് നിർണായകമാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റിന് ഇതൊരു നിർണായക ഘടകമാണ്. ശരിയായ ഉപഭോക്താക്കളെ തിരിച്ചറിഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ ബ്രാൻഡുകൾക്ക് അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുവാനും ബിസിനസ് വിപുലീകരണത്തിനും ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും കഴിയും. ടാർഗറ്റിംഗ് ശരിയായ സന്ദേശം ശരിയായ സമയത്ത് ശരിയായ ആളുകളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ നമ്മൾ നേടേണ്ട 6 ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഡയറക്റ്റ് മാർക്കറ്റിംഗ് നമ്മൾ നേടേണ്ട അടുത്ത 9 ഗുണങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ ശ്രദ്ധയോട് കേട്ട എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.